വിജയം അല്ലെങ്കിൽ മരണം. ഇതിനിടയ്ക്കൊരു ഒരു മധ്യസ്ഥനില്ല. അങ്ങനെ ഒരു ബനാന റിപ്പബ്ലിക്കായി ഇന്ത്യ രാജ്യത്തെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. ആ പിൻവലിക്കൽ ഉണ്ടാവുന്നത് വരെ സമരം തുടരുക എന്ന തീരുമാനം ഇന്നലെ കോർ കമ്മിറ്റി എടുത്തു. സമരം ആരംഭിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ BJP 2 തവണ പത്രസമ്മേളനം നടത്തി ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഈ സമരം ചെയ്യുന്നത്, നിങ്ങൾ കോടതിയിൽ പോകൂ എന്നാണ്. പക്ഷേ ഞങ്ങൾ കോടതിയിൽ പോകാൻ തയ്യാറില്ലാതിരുന്നത്, കോടതിയിൽ പോയിട്ട് ഏതെങ്കിലും സംസ്ഥാന ഹൈക്കോടതികളുടെ ഒരു വിധി എടുത്ത് പൊക്കിക്കൊണ്ടുവന്നിട്ട് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സമരം ചെയ്യുന്നത് അന്യായമാണ് എന്നൊരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സമരവുമായി മുന്നോട്ട് പോകാൻ സാധ്യമാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കാരണവശാലും സുപ്രീം കോടതിയെ സമീപിക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തുകൊണ്ടാണ് സമരത്തിലേക്ക് പോയത്. അങ്ങനെ നിലപാടെടുക്കാനുള്ള കാരണം, ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽപ്പെട്ട കൃഷിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര നിയമമായി പാസാക്കിയതിനെതിരെ ഇത് നിയമവിരുദ്ധമായിട്ടാണ് പാസാക്കിയത് എന്ന് പറയേണ്ട സുപ്രീം കോടതി അങ്ങനെ ഒരു പരാമർശവും നടത്താതിരിക്കുകയും പാസാക്കിയ നിയമം സാധൂകരിക്കത്തക്ക രീതിയിൽ സ്റ്റേ ചെയ്ത് നിർത്തുന്ന രീതിയാണ് ഉണ്ടായത്. ഞങ്ങളുടെ ആവശ്യം അത് സ്റ്റേ ചെയ്യലല്ല. ഞങ്ങളുടെ ആവശ്യം റിപ്പീൽ ദ ആക്ട്സാണ്. പിൻവലിക്കുക തന്നെ വേണം. പിൻവലിക്കണമെങ്കിൽ പാസ്സാക്കാനെടുത്ത എന്താണോ നടപടിക്രമങ്ങൾ, ആ നടപടിക്രമങ്ങൾ പൂർണ്ണമായി പാലിക്കണം. പാർലമെൻറ്റ് വിളിച്ചു കൂട്ടണം, ബില്ല് പ്രസൻറ്റ് ചെയ്യണം, ബില്ല് ചർച്ച ചെയ്യണം, ബില്ല് വേണ്ടെന്ന് വെക്കണം, അത് പ്രസിഡൻറ്റിന് പോകണം, പ്രസിഡൻറ്റ് ഒപ്പിടണം. അപ്പോൾ മാത്രമാണ് പാസ്സാക്കി നിയമമാക്കപ്പെട്ട നിയമങ്ങൾ ഇല്ലാതാവുള്ളൂ. ആ രണ്ടും കൽപ്പിച്ച സമരത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം സമരസമിതി തീരുമാനിക്കുന്നത് വിജയം അല്ലെങ്കിൽ മരണം. ഇതിനിടയ്ക്കൊരു ഒരു മധ്യസ്ഥനില്ല. വിജയം അല്ലെങ്കിൽ മരണം. ആ നിലപാടിലേക്ക് സമരസമിതി കോർ കമ്മിറ്റി തീരുമാനിക്കുന്നതും 26-ാം തീയതി റിപ്പബ്ലിക് ഡേക്ക് രാജ്പഥിൽ കിസാൻ റിപ്പബ്ലിക്ക് പ്രഖ്യാപിക്കുമെന്നും പറയുന്നത് ഒരു വികാരപരമായ പറച്ചിലല്ല. ജനങ്ങൾ തിരഞ്ഞെടുത്ത് അധികാരത്തിലേറ്റിയ ഒരു ഭരണകൂടം ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്വകാര്യ കമ്പനികളുടെ ലാഭം വർദ്ധിപ്പിക്കാനും അവർക്ക് സമ്പത്ത് കുന്നുകൂട്ടാനും വേണ്ടി നിയമങ്ങൾ പാസാക്കുക കർഷകനും സാധാരണക്കാരനും ഗുണം ചെയ്യുന്നതാണ് എന്ന വ്യാജേന കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ വേണ്ടിയാണ് എന്ന വ്യാജേന നിയമം പാസാക്കുകയും ആ നിയമത്തിൻ്റെ ഗുണഫലം മുഴുവൻ ക്രോണി ക്യാപിറ്റലുകൾക്ക്, വിരലിലെണ്ണാവുന്ന മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാവുകയും ചെയ്യുന്ന രീതിയെയാണ് ലോകത്താകമാനം ബനാന റിപ്പബ്ലിക് എന്ന് പറയപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു ബനാന റിപ്പബ്ലിക്കായി ഇന്ത്യ രാജ്യത്തെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് കിസാൻ റിപ്പബ്ലിക്കിൻ്റെ പ്രഖ്യാപനത്തിലേക്ക് പോകും എന്ന് സമരസമിതിയുടെ കോർ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അല്പം ദുരഭിമാനം ഒഴിവാക്കിയാൽ ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കേണ്ടത്? രാജ്യത്തെ കോടിക്കണക്കിനായ ഭക്ഷണമുണ്ടാക്കുന്ന കർഷകനെയാണോ? അതല്ല രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും ചൂഷണം മാത്രം ലക്ഷ്യമാക്കി പണത്തിൻ്റെ മാത്രം കുന്നുകൂടലിന് വേണ്ടി നടത്തുന്ന കമ്പനികളെ സംരക്ഷിക്കലാണോ ഒരു രാജ്യത്തെ ഭരണകൂടം ചെയ്യേണ്ടതെന്ന് ആലോചിച്ചാൽ മതി. പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷയും അവരുടെ ഈഗോ ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ വിഷയം പരിഹരിക്കാൻ തീരുമാനിക്കുകയാണ് വേണ്ടത്. സുപ്രീം കോടതിയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത് നിയമപരമായി ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പാർലമെൻറ്റ് പാസാക്കിയ നിയമങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് പറയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അത് പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോവാതിരുന്നത് ശരിയായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.